നമസ്കാരം. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ട് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞത്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ നിർണായകമായ തീരുമാനവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെയാണ് പുറത്താക്കിയിരിക്കുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നിരവധി പ്രമുഖ നേതാക്കൾ, VM സുധീരനും K മുരളീധരനും അടക്കമുള്ള നിരവധി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല കോൺഗ്രസിലെ നിരവധി വനിതാ നേതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് എന്നും സ്ത്രീ സമൂഹത്തോട് അയാൾ കാണിച്ചതെല്ലാം തന്നെ അതിക്രൂരതയാണ് എന്നുമുള്ള ആരോപണങ്ങൾ നിരന്തരമായി പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇന്നലെ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന നിരവധി വനിതാ നേതാക്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളോട് മോശമായി പെരുമാറി എന്നുള്ള ആരോപണങ്ങളുമായി സജീവമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നേതാക്കൾ ശക്തമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരന്തരമായി സംരക്ഷിക്കുകയാണ് എന്നാണ് അവർ ആരോപിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആദ്യം പുറത്തു വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുമൊക്കെ തന്നെ പുറത്താക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കർശന നടപടി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ AICCക്ക് ഇത് സംബന്ധിച്ച നിരവധി നിവേദനങ്ങൾ ലഭിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ മാങ്കൂട്ടത്തിനെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ അനിവാര്യമായ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഉത്തരവ് കൂടി അല്ലെങ്കിൽ കോടതി തീരുമാനം കൂടി അറിഞ്ഞിട്ട് ഒരുപക്ഷേ ഈ തീരുമാനം എടുക്കാം എന്നായിരിക്കാം കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസാരിക്കുമ്പോഴും ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കോൺഗ്രസിലെ വലിയൊരു ഭാഗം നേതാക്കൾ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിൻ്റെ ഉയർച്ചയും താഴ്ചയും ഈ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആവുന്നത്. രാഷ്ട്രീയ ഭാവി തന്നെ രാഹുലിൻ്റെ അപകടത്തിലാവുന്ന മട്ടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനി അങ്ങോട്ട് പാർട്ടിയുടെ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു കർശന നടപടി. കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കളുടെ കൂടി ആവശ്യം പരിഗണിച്ച് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ ഒരു തീരുമാനമെടുത്തത് എന്ന് വേണം കരുതാൻ.